പ്രശ്നമൊന്നുമില്ല. പൾസും പ്രഷറും ഒക്കെ നോർമലാണ്. സാധാരണ ഒരു ബോധക്ഷയമായിട്ട് പ്രൈമറി അനാലിസിസ് കാണുന്നുണ്ട്. അല്പം അനീമിക്കാണ്. ക്ലൈമറ്റ് ചേഞ്ചോ മെന്റൽ ടെൻഷനോ മറ്റോ ആകാം. ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് റിസൾട്ട് വരും. അതിനുശേഷം മറ്റു വല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടോ നോക്കാം. ഷീ വിൽ ബി ഓൾ റൈറ്റ്. നത്തിങ് ടു വറി. താങ്ക് യു. ബോബി, എക്സ്ക്യൂസ് മീ. ഐ ആം റോമി, നീനയുടെ ജ്യേഷ്ഠനാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. ഈ അസുഖത്തിന്റെ മെഡിക്കൽ നെയിം പോളിസൈത്തീമിയ റുബ്രാവീര എന്നാണ്. രക്തത്തിലുള്ള റെഡ് ബ്ലഡ് കോർപ്പസിൽസ് അളവ് വിട്ട് കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതുതന്നെയായിരുന്നു അവളുടെ സഹോദരിയുടെയും അസുഖം. മരുന്നിന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ പിടിച്ചു നിന്നത്. കൈവിട്ടു പോയാൽ പിന്നെ ഒരു വിധത്തിൽ രക്ഷിക്കാനാവില്ല. ഇത്ര നാൾ നിങ്ങൾ എവിടായിരുന്നു? ഈ അവസാന നിമിഷത്തിലാണ് ഇതൊക്കെ വന്ന് പറയുന്നത്. പറയാൻ എനിക്ക് അനുവാദമില്ല. ഇപ്പോഴും. ആരുടെ? നീനയുടെ. ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. ബോബി, എനിക്ക് പറയാനുള്ള ആദ്യം കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മാലമോൾ അനാഥയായി വളരാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകളെ പോലെ, നിങ്ങളെയൊക്കെ വളർത്തിയ പോലെ ഞാൻ അവളെ വളർത്തിക്കൊള്ളാം. അറിയാം, പക്ഷേ ഞാനും കൂടെ മരിച്ചാല് ഏട്ടന് പിന്നെ ആരാ ഉള്ളത്? പിന്നെയും ജീവിക്കണ്ടേ? ഒരു ഭാര്യ, കുഞ്ഞ്, കുടുംബം ഒക്കെ വേണ്ടേ? അവിടെ ഈ കുഞ്ഞൊരു തടസ്സമാവേ ഉള്ളൂ. കഥ പലരും മാറ്റി പറഞ്ഞു എന്ന് വരും. മാലമോളെ അവളുടെ അച്ഛനെ ഏൽപ്പിച്ചെന്ന ശേഷം ഏട്ടന്റെ കല്യാണം നടത്തിയിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് മരിക്കാൻ. ശരി, എന്നാ നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടെ വരാം. വേണ്ട, വെറുതെ ഒരു കുഞ്ഞിനെ കൊണ്ട് ചെന്നാലേ അവര് സ്വീകരിക്കൊന്നുമില്ല. ചില കളികളൊക്കെ കളിക്കണം. ഏട്ടൻ വന്നാ അത് പറ്റില്ല. എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടില്ല. ഞാൻ പോവും. ഞാൻ മടങ്ങി വരുന്നതിന് മുമ്പ് ഏട്ടൻ എന്നെ കാണാൻ ശ്രമിച്ചാ പിന്നെ ഏട്ടന്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ നീനമുള കാണൂല. മോളെ, ഞാൻ ധൈര്യമായിട്ട് ഇവിടെ ഇരുന്നോളൂ. 2 മാസം, അതിനുള്ളിൽ ഞാൻ വരും. ഏട്ടന്റെ മടി കിടന്നേ ഞാൻ മരിക്കൂ. സത്യം പോരെ? ഞാൻ വരും. പണ്ടേ വലിയ വാശിക്കാരിയാ എന്റെ നീനമോള്. ഏട്ടനായിട്ടല്ല, അച്ഛനായിട്ടാ 2 പെങ്ങന്മാരെ ഞാൻ വളർത്തിയത്. ഒരാള് പോയി, ഒന്നുകൂടി യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നു എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. അമ്മയുടെ അസുഖം കുട്ടികൾക്ക് ബാധിച്ചു. പക്ഷെ അവിടെയും വിധി എന്നോട് ക്രൂരതയാണ് കാണിച്ചത്. എന്നെ മാത്രം വേദനിപ്പിക്കാനായി വെറുതെ വിട്ടു. ദൈവങ്ങളിലും സാഡിസ്റ്റുകൾ ഉണ്ടായിരിക്കുമല്ലേ? നമ്മൾ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? വെറുതെയെങ്കിലും ഒരല്പം പ്രതീക്ഷ എനിക്കിപ്പോഴും ബാക്കിയുണ്ട്. ഡോക്ടേഴ്സിനെ അറിയിക്കണം. അവളുടെ കയ്യിലുണ്ടായിരുന്ന മരുന്ന് കണ്ടെടുക്കണം. അലമാരിൽ ഈ ഒരു കൂട് മാത്രമേ ഉള്ളൂ, ഒഴിഞ്ഞൊരു കുപ്പി. ആ, ഇത് തന്നെയാ മരുന്ന്. സൈക്ലോഫോസ്ഫാമൈൻ, ജർമ്മനിയിൽ നിന്ന് വരുത്തിയതാ. 2 ദിവസത്തിൽ ഒരിക്കൽ ഇത് ഇഞ്ചെക്ട് ചെയ്യണം. അത് മുടങ്ങി കാണും. അതാ അസുഖം കൂടിയത്. ഇതിവിടെ കിട്ടില്ല. മാത്രമല്ല, RBC കൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കഴിഞ്ഞ 18 മണിക്കൂറായി യാതൊരു വിധത്തിലുള്ള ട്രീറ്റ്മെന്റും കൊടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഞാൻ അവളെ ബോംബെക്ക് കൊണ്ടുപോയാലോ? ഇനി നാളത്തെ ഫ്ലൈറ്റിനെ ബോംബെക്ക് പോകാനാവും. അസുഖം കൂടാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. വിനി സെക്ഷൻ ചെയ്ത് ബ്ലഡ് വോളിയം കുറയ്ക്കണം. എന്ന് വെച്ചാൽ പാദത്തിനടിയിലുള്ള വെയിലിൽ നിന്ന് കുറഞ്ഞത് 500 ml ബ്ലഡെങ്കിലും ചോർത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ മാത്രമേ RBC ബാലൻസ് ചെയ്യാനാവൂ. അങ്ങനെ വരുമ്പോ ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് തന്നെയാ ഞാനും പറയാൻ ഉദ്ദേശിച്ചത്. അവളെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? ചെയ്യാനാവും, പക്ഷെ അതിനുള്ള മരുന്ന് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും. റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് എന്നാണ് അതിന്റെ പേര്. പണത്തെക്കുറിച്ച് ചിന്തിക്കണ്ട, എങ്ങനെയെങ്കിലും നീനെ രക്ഷിക്കണം. ചിക്കാഗോയിൽ എന്റെ ഒരു സുഹൃത്തുണ്ട്. ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ. എങ്ങനെയെങ്കിലും മരുന്നെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. പക്ഷെ അതുവരെ പേഷ്യന്റിന് വേണ്ട ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ കൊടുക്കേണ്ടത് നിങ്ങളാണ്. അവളുടെ മനസ്സ് നോവുന്നതൊന്നും സംഭവിക്കരുത്. ഇമോഷണൽ ആവാനും അനുവദിക്കരുത്. ഈ മരുന്ന് കിട്ടിയാൽ തീർച്ചയായും രക്ഷപ്പെടുത്താനാവും. പിന്നെ ഞങ്ങൾ ഡോക്ടർമാരും മരുന്നിനെയും കഴിവിനെയും വിശ്വസിക്കുന്ന ഒന്നുണ്ട്: ഈശ്വരൻ. പ്രാർത്ഥിക്കുക. അത് മാത്രമേ തൽക്കാലം നിവൃത്തിയുള്ളൂ. ആരും ഒന്നും നഷ്ടപ്പെടണ്ട. ഈ കുഞ്ഞിനെ ഞാൻ ഇവിടെ വളർത്തിക്കോളാം. ബോബിയുടെ കുഞ്ഞായിട്ട് ഇതിനെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിനക്ക് ഇനി ഒന്നും പേടിക്കാനില്ല.
ഈ വീടിനൊരു അടക്കമൊഴുക്കൊക്കെ വന്നത് നീന വന്നു കയറിയ ശേഷമാണ്. പിഴച്ചു പോകാറുന്ന നിന്റെ കുഞ്ഞുങ്ങളെ അനുസരണെ ബഹുമാനമൊക്കെ പഠിപ്പിച്ച് മിടുക്കരാക്കിയത് അവളാ. അവക്ക് തിരിച്ചു നൽകാൻ എൻ്റെ ഒന്നുമില്ല. ഈ കുഞ്ഞിനെ ഞാൻ അംഗീകരിക്കുകയാണെങ്കിൽ അതെന്റെ സമ്മാനമായിട്ട് കരുതി മനസ്സമാധാനത്തോടെ അവൾ പോ. വേണ്ട, ഈ കുഞ്ഞെന്റേതാണ്. എന്റെ കുഞ്ഞുങ്ങളോടൊപ്പം അച്ഛനെ അറിയാതെ അവൾ വളരണ്ട. അറിയട്ടെ, സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വീകരിക്കട്ടെ. ഒരു തെറ്റ് തിരുത്താനുള്ള എന്റെ ഈ അവസരം അവൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവളേക്കാൾ വലുത് എന്റെയും എന്നെ സ്നേഹിക്കുന്നവരുടെയും മനസ്സമാധാനമാണെന്ന് എനിക്ക് തീരുമാനിക്കേണ്ടി വരും. വരുന്നില്ലേ? ഇല്ല, അവളെ കാണാൻ ഞാൻ വന്നാൽ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞ അവള് വീട് വിട്ടിറങ്ങിയത്. തിരിച്ചു വരും എന്ന് എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള മോഹമെങ്കിലും അവളെ രക്ഷിച്ചേക്കും. ബഹു പൊയ്ക്കോളൂ, ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടാവും. ഞാൻ പറയാതെ തന്നെ ബാക്കി കഥ അറിഞ്ഞൂല്ലേ? ഒന്നു മാത്രം ബാക്കിയുണ്ട് എനിക്ക് ചോദിക്കാൻ. മാപ്പ്. ദ്രോഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ ബോബി. അന്നും ഇന്നും എന്നും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ഞാൻ ബോബിയെ. അന്നും ഇന്നും എന്നും. പക്ഷെ എനിക്കറിയാം എന്നെ ഇപ്പോഴും ഇഷ്ടമല്ലേ? എന്തൊക്കെ സ്വപ്നങ്ങളാണ് നമ്മൾ ഒന്നിച്ച് നെയ്തത്. എന്നിട്ടും ഒരു നിമിഷത്തിന്റെ ആവേശത്തിൽ ഞാൻ ബോബിയെ വിട്ടിട്ട് പോയി. ഒന്ന് യാത്ര ചോദിക്കാന്ന് മര്യാദ പോലും കാണിക്കാതെ. പക്ഷെ ഇപ്പോഴെനിക്കതിൽ സങ്കടമില്ല. നമ്മൾ ഒന്നിച്ച ശേഷം, നമുക്കൊരു കുടുംബം ഉണ്ടായ ശേഷം ഞാൻ പിരിഞ്ഞു പോയിരുന്നെങ്കിൽ അതിൽ നല്ലതല്ല ഇത്. ഇപ്പോഴും ഇഷ്ടമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാനിതൊക്കെ പറയുന്നത്. പറഞ്ഞോളൂ, കേൾക്കാൻ എനിക്കിഷ്ടമാണ്. ബോബിയോട് പറയാത്തതൊന്നുകൂടെ ഉണ്ട്. എനിക്കൊരു ഏട്ടനുണ്ട്, റോമി. തിരിച്ചു വരുമെന്ന് വാക്ക് കൊടുത്തിട്ടാ ഞാൻ വന്നത്. ഞാൻ മരിച്ചാലും ഏട്ടനെ അറിയിക്കരുത്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ പാവത്തിനത് താങ്ങാനാവില്ല. ഞാൻ എത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നോട്ടെ. നിനക്കൊന്നും പറ്റില്ല. മരുന്നുടനെ കിട്ടും. അതുവരെ സന്തോഷിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാവൂ. എന്നാ ഞാനൊരു കാര്യം കാണിക്കട്ടെ? എന്താണ്? ദേ, നമ്മുടെ ആ പഴയ അപ്പൂപ്പൻ ടേപ്പ് റെക്കോർഡർ. അപ്പൂപ്പൻ ഇപ്പോഴും നാക്കിനും ചെവിക്കും കുഴപ്പമൊന്നുമില്ല. ഒന്ന് പാടാമോ? ഇപ്പോഴോ? പതുക്കെ. ദേ, അപ്പൂപ്പന്റെ ചെവി പാടിയാ മതി. സന്തോഷമായിരിക്കണമെന്ന് പറഞ്ഞില്ലേ? എന്ത് രസ എല്ലാം ഒന്ന് ഓർമ്മിക്കാൻ. നാളെ കാലത്ത് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ മെഡിസിൻ വരുന്നുണ്ട്. പൈലറ്റിനെ കോൺടാക്ട് ചെയ്താൽ മതി എന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. നീനയുടെ ഇന്നലെ വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം മരുന്ന് ഇവിടെ എത്തിക്കണം. ആരായിരിക്കും? ഞാൻ പോവാ സർ. ഓക്കെ, വെരി ഗുഡ്. ഡോക്ടറെ വിളി.
ഗോപി എത്രയും വേഗം ഇവിടെ വരണം. യെസ് ഡോക്ടർ. മാഞ്ഞൊരോർമ്മയെല്ലാം ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോ. പോയി. അവള് പോയി. ഞാൻ അവളെ കാണാതിരുന്നിട്ടും എന്റെ നീരമോള് പോയി.